മഞ്ചൂരിൽ CPM-ന്റെ പാളയം കമ്മിറ്റി സമ്മേളനം വിവാദമായല്ലോ. റോഡ് തടഞ്ഞാണ് പാളയം കമ്മിറ്റി സമ്മേളനം നടത്തിയത്. പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നത് എന്നതാണ് നമ്മളന്ന് വാർത്തയാക്കിയത്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേതൃത്വത്തിന് തെറ്റുപറ്റിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. CPM ജില്ലാ സെക്രട്ടറി വി ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ജോയ് എന്ന് രാവിലെ കാണുന്നു. നമസ്കാരം ശ്രീ വി ജോയ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ അരുൺ. യെസ്, എങ്ങനെയുണ്ട്? ജില്ലാ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു തിരക്കിലായിരിക്കുമല്ലേ ഇപ്പോൾ? 20-ാം തീയതി മുതലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല തിരക്കുണ്ട് ഇപ്പോൾ. എവിടെയാ വെന്യൂ? കോവളത്താണ് ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, കൊല്ലത്തെ ജില്ലാ സമ്മേളനം ഗംഭീരമായി, നല്ല ഗംഭീര സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും ഇത്തവണ വളരെ ക്രിയാത്മകമായ ഒരു ജില്ലാ സമ്മേളനത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്ലേ? പൊതുവെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് സമ്മേളനങ്ങളിലെ ആർഭാടങ്ങൾ കുറയ്ക്കണമെന്നുള്ള ആർഭാടങ്ങൾ കുറച്ചുള്ള ജില്ലാ സമ്മേളനം അല്ലേ? ആശയപരമായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജില്ലാ ആർഭാടങ്ങൾ കുറച്ചിട്ട് ഒരു ഉള്ളടക്കത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടുള്ള സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നടന്നു വരികയാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഞാൻ അങ്ങേ ഇന്ന് ക്ഷണിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യം ചോദിക്കാൻ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, നമ്മുടെ കോടതിയുടെ വിമർശനം ഇന്നലെ വന്നിരുന്നു. മഞ്ചൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനകത്തൊരു ജാഗ്രതക്കുറവുണ്ടായോ? പ്രത്യേകിച്ച് കോടതിയുടെ മുന്നിൽ നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ ക്യാമറയുമായിട്ട് നിൽക്കും. അപ്പോൾ റോഡ് അടച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തി എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ ഉണ്ടായത്. അതിലൊരു ഭാഗത്തെ റോഡ് എനിക്ക് തോന്നുന്നു അവിടെ പൈപ്പിൻ്റെ എന്തോ പണി നടക്കുന്നത് കൊണ്ട് അതുവഴി താൽക്കാലികമായി ഗതാഗതം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണോ അവിടെ ആ സ്ഥലം തിരഞ്ഞെടുത്തത്? ആ സ്ഥലം തിരഞ്ഞെടുത്തതിനകത്തൊരു അബദ്ധം സംഭവിച്ചോ ശ്രീ വി ജോയ്? വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. യഥാർത്ഥത്തില് വഞ്ചൂരില് ശ്രീ അരുണ് എപ്പോഴെങ്കിലും കോടതിയുടെ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, മെയിൻ റോഡ് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോ അടുത്ത കാലത്തായിട്ടൊരു സബ് റോഡ്, അതായത് ആമയിഴഞ്ചാൻ തോടിന്റെ മുകളിൽ സ്ലാബ് ഇട്ട് ഒരു സബ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ സബ് റോഡ് ഇപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നത് പാർക്കിങ്ങിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻ റോഡിൽ സാധാരണ ഈ ഇത്രയും കോടതികളെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് വക്കീലന്മാരും മറ്റ് വരുന്ന ആളുകളുടെയും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യുന്നില്ല. ഈ പാർക്കിംഗ് എല്ലാം ഇപ്പോൾ ഈ സബ് റോഡ് ആയിട്ട് ആമയിഴഞ്ചാൻ തോടിന്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭാഗത്താണ് വെക്കുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വലിയൊരു ട്രാഫിക് അതുവഴി ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വഞ്ചൂരിലേക്ക് വരുന്ന റോഡ് അവര് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ റോഡിലെ പൈപ്പിന്റെ പണി നടത്തുന്നതിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ട്രാഫിക് വഴിതിരിച്ചു വിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ യഥാർത്ഥത്തിൽ ആമയിഴഞ്ചാൻ തോടിന്റെ മുകളിലുള്ള ആ പ്രദേശം, ആ റോഡിന്റെ ഭാഗം സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത്. അതാണ് യഥാർത്ഥത്തിലുണ്ടായ ഒരു വസ്തുത. പക്ഷേ ശ്രീ വി ജോയ്, അതിനൊരു കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇത്തരം പൊതുവിടങ്ങളിൽ ഇത്തരം പൊതുയോഗങ്ങൾ നടക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ MV ജയരാജനടക്കം ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നതും അങ്ങനൊരു ഹൈക്കോടതി വിധി വരുന്നൊരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നോ? ഇനി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാത്ത രീതിയിൽ. അല്ല, അത് നിശ്ചയമായും അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ സ്റ്റേജ് കെട്ടേണ്ടി വന്നത്. എന്നിരുന്നാലും ശരി തന്നെ, എന്തെല്ലാം ആ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം, താങ്കൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് പ്രേക്ഷകർ അറിയാൻ, ജില്ലാ സെക്രട്ടറി തന്നെ അക്കാര്യം വേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ആത്മാർത്ഥത നമ്മൾ കാണണം. മാത്രവുമല്ല, അതിനിയുള്ള എല്ലാ പാർട്ടിക്കാർക്കും അതൊരു ബാധകമാണ്. ഇത്തരം പൊതു വഴികൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ട്രാഫിക്കിന്
ഇല്ലെങ്കിൽ പോലും ആ സ്ഥലം കെട്ടിയടച്ചുകൊണ്ട് ഇത്തരം ചടങ്ങുകൾക്ക് ഉപയോഗിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. പറഞ്ഞാട്ടെ വി ജോയ്. ഇത് ഞാൻ പറയുമ്പോ സെക്രട്ടേറിയറ്റിന്റെ നടയില് ആ പൊതുഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ സ്റ്റേജ് നിർമ്മിച്ച് ഒരു വലിയ സമരം കോൺഗ്രസ് നടത്തിയിരുന്നു. അന്നും പോലീസ് കേസെടുത്തിരുന്നു. ആ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് മുനീറോ മറ്റോ പിന്നെ ദേഹം തളർന്ന് വീഴുകയോ മറ്റോ ഒക്കെ ചെയ്ത ഒരു സന്ദർഭം താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ സ്റ്റേജ് അവിടെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ തന്നെ കെട്ടി അവിടെ വൻപിച്ച സമ്മേളനം അല്ലെങ്കിൽ ഗവൺമെന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരപരിപാടി നടത്തിയത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അന്നും പോലീസ് കേസെടുത്തിരുന്നു. പൊതുവെ ഞങ്ങളൊന്ന് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തൊരു നിലപാട് എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്കത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാര്യം മറ്റു വലിയ വിഷയങ്ങളൊന്നും ഇപ്പോൾ മംഗലാപുരത്തെ വിഷയമാണെങ്കിലും അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമെന്നൊക്കെ കരുതിയെങ്കിലും അതിൽ ഒരു കുടുംബത്തിന്റെ മാത്രം ഒലിച്ചുപോക്കേ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് നിർത്താൻ സാധിച്ചു. ആ രീതിയിൽ ജില്ലാ സമ്മേളനത്തിന് മുമ്പ് മംഗലപുരം ഒഴിച്ചു നിർത്തിയ വലിയ വിവാദങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുമില്ല. ആകെ ഈ വഞ്ചിയൂരിലുണ്ടായ ഈ ഏരിയ സമ്മേളനമാണ് മംഗലപുരം കഴിഞ്ഞാൽ പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതും. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള ജില്ലാ സെക്രട്ടറിയുടെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ ഈ മംഗലപുരം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമല്ലോ അല്ലേ ശ്രീ വി ജോയ്? അല്ല, സ്വാഭാവികമായിട്ട് പ്രതിനിധികളുടെ ഇടയിൽ നിന്ന് അത്തരം ചില ചോദ്യങ്ങൾ വരാനുള്ള അല്ലെങ്കിൽ ചർച്ച വരാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെ പാർട്ടി എടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ്. ആ നിലപാട് തന്നെ തുടരണം എന്ന അഭിപ്രായക്കാരാണ് പാർട്ടി സഖാക്കളെല്ലാം. അതുകൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സഖാക്കളുടെ ഇടയിൽ ഒരു ചലനവും വരുത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ നിലപാടുകൾ ശരിയായിരുന്നു എന്നുള്ളതാണ്. ശ്രീ വി ജോയ്, ഞാൻ ഒരു കാര്യം കൂടി, താങ്കൾ പരിചയസമ്പന്നനായ ഒരു ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ് സാധാരണ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സർക്കാരിനെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനമുണ്ടാവും. അത്തരം വിമർശനങ്ങൾ ഉണ്ടാവണമല്ലോ. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളായാലും ഏത് തരത്തിലുള്ള സമ്മേളനങ്ങളായാലും, അത് ഏരിയ സമ്മേളനങ്ങളാണെങ്കിൽ പോലും സർക്കാരിനെതിരെയും പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഒക്കെ വിമർശനങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. അത്തരം വിമർശനങ്ങളാണല്ലോ പാർട്ടിയുടെ കരുത്ത്. പക്ഷേ അതിനെ പല രീതിയിലാണല്ലോ ആളുകൾ വ്യാഖ്യാനിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തുറന്നു തന്നെ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ, പാർട്ടിക്കെതിരെയും അനുകൂലമായിട്ടുള്ള വിമർശനങ്ങൾ, വിലയിരുത്തലുകളൊക്കെ ഉണ്ടാവും. നിർഭയമായിട്ടുള്ള ചർച്ചകളായിരിക്കും അല്ലേ ജില്ലാ സമ്മേളനങ്ങളിൽ നടക്കുക? അല്ല, അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ സമ്മേളനം വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും വേദികളാണ്. വിമർശനം എന്ന് പറയുന്നത് നന്നായി വിമർശിക്കും. കാരണം ഇതൊരു തിരുത്തലിന്റെ ഭാഗമാണ്. സമ്മേളനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഖാക്കൾ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അതോടൊപ്പം തങ്ങളുടെ കർത്തവ്യം എന്താണെന്നുള്ളതും സഖാക്കൾ മറക്കാൻ പാടില്ല. അതുകൂടി ചേർത്തുകൊണ്ടുള്ള വിമർശനവും സ്വയം വിമർശനവുമാണ് സമ്മേളനങ്ങളിൽ ഉടനീളം തന്നെ നടക്കുന്നത്. അതിനൊരു തടസ്സപ്പെടുത്തലും ആരും ചെയ്യാറില്ല. താങ്ക് യു ശ്രീ വി ജോയ്. അപ്പം സമ്മേളനം ഗംഭീരമായി നടക്കട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ആഡംബരം കുറച്ച് ആശയഗാംഭീര്യം കൊണ്ട് തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനം ശ്രദ്ധയാകർഷിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മാത്രവുമല്ല, താങ്കൾ ഈ വഞ്ചിയൂരിൻ്റെ കാര്യത്തിൽ താങ്കൾ എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ശ്രീ വി ജോയ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ആ ഏരിയ സമ്മേളനത്തെ ഇപ്പോൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് നിലപാട് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ വാർത്ത. വഞ്ചിയൂരിലെ റോഡ് അടച്ചുകൊണ്ടുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഏരിയ സമ്മേളനം വേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ വി ജോയ് നിലപാടെടുത്തിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു വിലയിരുത്തലാണ്. അനാവശ്യമായ വാർത്തകൾക്കൊരു സാധ്യത ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതല്ല, പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് എന്നൊരു തോന്നലിലാണ് അവർ ആ സ്ഥലത്ത് പൊതുസമ്മേളനം നിശ്ചയിച്ചത്. പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്ന് വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.